ഇത് എത്ര നേരമായി തുടങ്ങിയിട്ട്. രണ്ടിലും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് വർത്തമാനം പറയാനാണെങ്കിൽ വാക്കുകളൊന്നും കിട്ടിയിരുന്നത് ചെയ്യണം. എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട്. അവിടെ ഒരു അട്ടഹാസം. എന്താണോ ഇത്ര തമാശ? മര്യാദയ്ക്ക് മനുഷ്യരെ മുഖത്തൊക്കെ ചിരിക്കാത്ത പിശാശ്. ഇപ്പം കണ്ടില്ലേ ഹ ഹ ഹ ഹ ഹ എന്ന് പറഞ്ഞുകൊണ്ട്. എന്ത് തമാശയാണോ ഇവൻ ഇനി മാത്രം പറയുന്നത്? ഇവനെന്താ ഇങ്ങനെ നോക്കുന്നത്? രവി 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 എന്താടാ? എന്താ അലക്സി? അല്ല, നീ കഴിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്കറിയാലോ. ലഞ്ച് ബ്രേക്ക് തീരാറായി. ഓ യെസ് യെസ് ഐ എം ഡൺ. ആ നമുക്ക് പോയേക്കാം. മറിയ, ആൽവിൻ, ആർ യു ഗൈസ് ഡൺ? നമുക്കറിയാലോ. ഹലോ അങ്കിൾ. ആ യെസ് അങ്കിൾ, ഞാൻ എന്താ വരുന്നു. ഒരു 20 minutes. ഓക്കെ അങ്കിൾ, ഞാൻ പറഞ്ഞ ആളൊരു 5 minutes എത്തും. നിങ്ങൾ രണ്ടുകൂടെ കോൺഫറൻസ് റൂമിലേക്ക് കയറിക്കോളൂ. ഞാൻ എന്താ എത്തി. അലക്സി ഹീസ് വിത്ത് മീ. ഞങ്ങൾ രണ്ടുകൂടെ എൻജോയ് കഴിക്കാൻ ഇറങ്ങിയത്. ഇറ്റ്സ് ഓക്കെ അങ്കിൾ, ഞങ്ങൾ ഇതായെത്തി. ആരാടാ? സ്റ്റീവ് അങ്കിൾ. പപ്പയോ? എന്തേ? ആക്ച്വലി ഞങ്ങൾക്കിന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൻ്റെ ടൈമായി. അവിടെ എന്നെ കാണാത്തതുകൊണ്ട് അങ്കിൾ വിളിച്ചതാ. ആണോ? വാ എന്നാൽ നമുക്ക് ഇറങ്ങാം. ഓ ഇത് തീർന്നില്ലേ? രണ്ടിന് ചെടിയും വർത്താനം കോളും എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. പിടിച്ചു വിളിച്ചവളെ കുടക്കൊണ്ടെന്ന് വിചാരിച്ച ആ പിശാചനോട് വരെയില്ല. വിടകണം കിടന്ന വല്ല സീനുണ്ടാക്കിയ അവൻ്റെ മുന്നിൽ ഞാൻ നാണം കെടും. എന്തായാലും അവൾ എന്നോട് വരില്ല. രണ്ടും കൂടെ ഒറ്റയ്ക്ക് വർത്താനം പറഞ്ഞ് വരണ്ട. എങ്ങനെയെങ്കിലും അലക്സി അവനോട് പറഞ്ഞു വിടണം. അലക്സി, നീ ഒരു കാര്യം ചെയ്യും, ബില്ലൊക്കെ പേ ചെയ്ത് വന്നാൽ മതി. ഞാൻ തയ്യാറാക്കാം. അവർ ആക്ച്വലി എന്നെ വെയിറ്റ് ചെയ്യില്ലേ? ഇനി താമസിച്ച ദാ കഴിഞ്ഞടാ. നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. ദാ എത്തി. നോ അലക്സി, വെയിറ്റ് ചെയ്യാൻ സമയമില്ല. നീ അവരോട് വന്നാൽ മതി. ഓക്കെ ബൈ, സീ യു ദേ. എടാ ഇവനിതെന്താ? ഓ എന്തൊരു ചൂടത്. എ സി ഉണക്ക. നീ എന്താ അവിടെ? നമ്മൾ പോവല്ലേ? അല്ല, ഞാൻ എന്നോട് അവരോട് വരാനല്ലേ പറഞ്ഞത്. ഞാൻ ഇറങ്ങി വന്നപ്പോൾ നിൻ്റെ കാർ അവിടെ കിടക്കുന്നു. ഞാൻ വിചാരിച്ചു നീ എന്നെ വെയിറ്റ് ചെയ്ത് നിന്നാന്ന്. എന്തായാലും ഞാൻ വന്നല്ലോ. ഇനി ഒട്ടും വൈകിട്ട വേഗം വിട്ടോ. സെപ്പാഷ് അടിവാലം തുറന്ന് വന്നിരിക്കുക കടവാവല്. ഓ ഈ മാങ്ങത്തലേനോട്. അല്ലെങ്കിലും ഇവനൊന്നും ഒരു ആവശ്യത്തിന് ഉപകരിക്കില്ല. ഇനി ഞാൻ എന്ത് ചെയ്യും മല്ലയ്യ? നീ ആരെ നോക്കി ഇരിക്കുക? വണ്ടി എടുക്കുക. നീ അല്ലേ പറഞ്ഞ മീറ്റിങ്ങിന് പോകണമെന്ന്? ഓ എടുക്കാടാ. ഇതെന്താ ഇവരെ കാണുന്നില്ലല്ലോ? തൊട്ട് പുറകെ ഇറങ്ങിയതാണല്ലോ. ഏതെങ്കിലും സിഗ്നൽസിലോ കിടക്കായിരിക്കും. അങ്ങനെ രണ്ടാളും കമ്പനിയിൽ എത്തിച്ചേർന്നു. നേരെ കോൺഫറൻസ് റൂമിലേക്ക് നടന്നു. ഓക്കെ അലക്സി, നീ എന്നാൽ ക്യാബിനിലേക്ക് പോക്കോ. നാളെ ഇൻ്റർവ്യൂ ഡേ അല്ലേ? കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ മാനേജറിൻ്റെ ഉണ്ട്. എല്ലാം ഒന്ന് പോയിട്ട് കാര്യങ്ങളൊക്കെ എന്നെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വൈകിട്ട് അറിയിക്കാം. ഓക്കെ? അല്ല ഞാൻ ഡോണ്ട് വറി, നിർമ്മല വിൽ അസിസ്റ്റ് യു. അല്ല, നിർമ്മല മെറ്റേണിറ്റി ലീവിലല്ലേ? അതെ, പക്ഷേ യു ക്യാൻ കോൾ ഹർ എനി ടൈം ആൻഡ് ഷീ വിൽ അസിസ്റ്റ് യു. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാമല്ലോ. ഓക്കെ. അപ്പോൾ ഞാൻ മീറ്റിങ്ങിന് നോ ഈ മീറ്റിംഗ് എനിക്കുള്ളതല്ലേ? ഇറ്റ്സ് നോട്ട് ഫോർ യു. സോ നീ ക്യാബിനിലേക്ക് പോക്കോ. അല്ല അത് പപ്പ. അലക്സി, ഇതൊരു കോൺഫിഡൻഷ്യൽ മീറ്റിംഗ് ആണ്. ഇവിടെ ഇപ്പോൾ ഉള്ളത് കമ്പനി സിഇഒയും ബോർഡ് മെമ്പേഴ്സും മാത്രമാണ്. സോ നിനക്ക് ദർ ഇസ് നോ റോൾ ഫോർ യു. സോ നീ പോക്കോ. ഓക്കെ. ഇതെന്താ ഇപ്പോൾ ഇങ്ങനൊരു മീറ്റിംഗ് ആൻഡ് കോൺഫിഡൻഷ്യൽ? എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്നെ? പിന്നെന്താ എന്നെ ഉൾപ്പെടുത്താതെ? പപ്പയൊന്നും പറഞ്ഞില്ലല്ലോ എന്നെപ്പറ്റി. രവി നേരത്തെ സൂചന ഒന്നും തന്നില്ല. എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു മീറ്റിംഗ്? ഓ എന്താടി? ഓ ഒറ്റ തന്നാണ്ടല്ലോ. അതിനായിരുന്നോ? പേടിച്ചു പോയി മനുഷ്യൻ. ഇപ്പോഴോ? മരിയ ഓഫീസിലൊക്കെ അവിടെ തന്നെ ഉണ്ടാവില്ലേ? നീ ബാ. ഓ ഞാൻ വരുന്നു. ഞാൻ വണ്ടി ഒതുക്കട്ടെ.
എന്ത് രസമല്ലേ ബീച്ചിലിങ്ങനെ ഇരുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാറ്റും കൊണ്ടിരിക്കാൻ. വാവ്. അതെ അതെ, ഈ നട്ടുച്ച വെയിലത്ത് നല്ല രസം. നീ എന്താ ഒരുമാതിരി ബീച്ച് കാണാത്ത പിള്ളേരെ പോലെ. എത്ര നാളെന്നറിയോ ഇതുപോലൊക്കെ വന്നിരുന്ന് ഇരുന്നിട്ട് ഭയങ്കര റിലാക്സ്ഡ് ആയ പോലെ. അപ്പം നീ അങ്ങനെയൊന്നും വരാറില്ലേ? ഏയ് എവിടുന്ന്? അതെന്താടാ അങ്ങനെ? എപ്പോഴും നിനക്ക് അപ്പോൾ ജോലി ജോലി എന്ന ഒരൊറ്റ വിചാരം മാത്രമേ ഉള്ളൂ. ഇപ്പം ഏതാണ്ടൊക്കെ അങ്ങനെ തന്നെ. പണ്ടൊക്കെയായിരുന്നു രസം. ഓർമ്മയുണ്ട് നിനക്ക് നമ്മൾ വീക്കെൻഡിൽ വരുന്നത്? നമ്മുടെ പപ്പയും അമ്മയും നമ്മളിവിടെ കൊണ്ടുവരും. അപ്പോൾ അതാ ഇതുപോലെ പക്ഷെ അങ്ങനെ നമ്മളിങ്ങനെ ഓടിക്കളിച്ച് അതൊക്കെ ഒരു വൈബ്. ഇപ്പം അങ്ങനെ വരുന്നതുണ്ടോ? അപ്പം നീ ഡെഫിനായിട്ട് ബീച്ചിലങ്ങ് വരാറില്ല? അതെന്താ? നിങ്ങളങ്ങനെ വൈകിട്ട് ഔട്ടിങ്ങിനൊന്നും പോകാറില്ല? അങ്ങനെ വരാൻ വഴിയല്ലോ. സാധാരണ നിനക്കിഷ്ടമുള്ളിടങ്ങളിൽ ബാക്കിയുള്ളവരെ കൂടെ വലിച്ചുകൊണ്ട് പോകാനാണല്ലോ നിൻ്റെ ഒരു ഹോബി. അതാ ഇപ്പം തന്നെ കണ്ടില്ലേ ഞാനിവിടെ ഇരിക്കുന്നത്. അതുപോലെ ഡെഫിനെ നീ ഇങ്ങോട്ട് കൊണ്ടുവരാറില്ല? ഡെവൻ എപ്പോഴും ബിസി ആയിരിക്കും. അങ്ങനെയൊക്കെ ഒഴിവ് കിട്ടുന്നത് വല്ലപ്പോഴുമാണ്. അത് ഡെവൻ ഉണങ്ങിയും ഡെവൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കും. ഞാൻ അതുകൊണ്ട് അങ്ങനെയൊന്നും ശല്യം ചെയ്യാറില്ല. പിന്നെ എനിക്കും അങ്ങനെ ഒഴിവൊന്നും കിട്ടാറില്ല. വല്ലപ്പോഴും ഒരു സൺഡേ, ആ സൺഡേ തന്നെ ഉറങ്ങി തീർത്തും പള്ളിയിൽ പോയൊക്കെ അങ്ങനെ അങ്ങ് പോകും. അതുകൊണ്ട് കമോൺ മറിയ, സമയമില്ലെങ്കിൽ സമയം ഉണ്ടാക്കണം. എപ്പോഴും ഈ ബിസിനസ് എന്ന് പറഞ്ഞ് ഹെൽഡപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ലൈഫിലൊരു എൻജോയ്മെൻറ്റ്. ഒരു കമ്പനി നടത്തിക്കൊണ്ട് പോകേണ്ട ബുദ്ധിമുട്ടൊക്കെ എനിക്കറിയാം. എന്നാലും ലൈഫ് എൻജോയ് ചെയ്യണ്ടേ? അല്ല, നീയും ഡെവിനെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 1.5 വർഷമായി കാണല്ലേ? yeah. അല്ല മറിയ, നിങ്ങൾക്ക് കുട്ടികളൊന്നും ഇപ്പോൾ വേണ്ടെന്നാ? ഡോണ്ട് ഗെറ്റ് മീ റോങ്. അല്ല, ചില കപ്പിൾസ് അല്ലേ ഒരാളുടെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ ഈ സ്നേഹം അതൊക്കെ പങ്കിട്ട് പോകാനുള്ള ചെറിയ കുശുമ്പുണ്ട് കുറച്ച് വൈകിക്കുന്നത്, അങ്ങനെ വല്ലതും? അങ്ങനെ ഒരു സ്നേഹം ഞങ്ങൾക്കിടയിലുണ്ടെങ്കിലല്ലേ അത് പങ്കിട്ട് പോകുന്നതിലും ഭയക്കേണ്ടതല്ലോ. വാട്ട് ഡു യു മീൻ? നീ വിചാരിക്കും പോലെ ഞാനും ഡേവിയും തമ്മിൽ ഞങ്ങൾക്കിടയിൽ അങ്ങനൊരു എന്താ പറയുക? വി ജസ്റ്റ് മാരീഡ്, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഞങ്ങൾ തമ്മിലൊരു ബന്ധമില്ല. പറയുക? അതെ, എൻ്റെ ബ്രേക്കപ്പിന് ശേഷം ഞാനൊരു ഡിപ്രസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേജിലായിരുന്നു. അതിൽ നിന്ന് മാറ്റാൻ വേണ്ടി പപ്പയുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ. പിന്നെ അവരും അത് നല്ല കണ്ടീഷനിലൊന്നും ആയിരുന്നില്ല. ഒരേ ഒരു മകൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണുന്ന ഏതൊരപ്പനും അമ്മ ഉണ്ടാകുന്ന വിഷമം തന്നെ. അവർക്കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ രവി അങ്ങനെ ആരാൻ. ഞങ്ങളുടെ വീട്ടുകാർ പറഞ്ഞു, ഞങ്ങൾ അനുസരിച്ചു. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും രവനെ അടുത്തറിയാ പോലും ഇല്ല. മറിയ, ദിസ് ഇസ് നോട്ട് സംതിങ് ഐ വാസ് എക്സ്പെക്ടിങ്. നിൻ്റെ ഒരു മാരീഡ് ലൈഫിനെ പറ്റി ഞാൻ ഇങ്ങനെയൊന്നും, നീ വേറെ കല്യാണം കഴിച്ചെന്ന് അറിഞ്ഞപ്പോൾ നീ മൂവ് ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരാൾ ഞാനാണ്. നിൻ്റെ മുമ്പുള്ള ജീവിതം എങ്ങനെയാണെന്ന് എനിക്കറിയാമായിരുന്നല്ലോ. ആ ഒരു ഇടീരിന് വേണ്ടിയിട്ട് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് പോലും വടേവാ, അതൊക്കെ വിടാം. പക്ഷെ രവി, നിങ്ങളെപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി വന്നവരാ ഞങ്ങൾ. ആ ഞങ്ങൾക്കിടയിൽ എന്തുകൊണ്ടാണ് നീ പ്രതീക്ഷിക്കുന്നത്? നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്തായാലും നീ ഈ ലൈഫ് ചൂസ് ചെയ്തു. ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോകാനാണോ? അതോ എത്ര നാൾ? രവി സ്വീകരിക്കാനായിട്ട് എൻ്റെ മനസ്സ് ഇതുവരെ. But I think you should give a chance to Devi. പറഞ്ഞു കേട്ടിടത്തോളം ഹീസ് എ ഗുഡ് ഗായ്. ഒരു റിലേഷൻഷിപ്പ് ഫെയിലിയർ ആയെന്ന് വെച്ച് ബാക്കിയൊന്നും സക്സസ് ആവില്ല എന്നല്ലല്ലോ. ഒരു ചാൻസ് കൂടെ കൊടുക്കണോ? അല്ല മരിയ, നിനക്ക് ഡെവിയോട് ഒന്നും തോന്നിയിട്ടില്ലേ? എന്ത് തോന്നാൻ? അല്ല, 1.5 വർഷമായില്ലേ ഒന്നിച്ച് താമസിക്കുന്നു. അതും കാണാൻ വളരെയേറെ ഭംഗിയുള്ള കാടൂടെ. അപ്പോൾ എന്തായാലും ഒരു ചെറിയ സ്പാർക്കെങ്കിലും. ഞാനൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. പറയാൻ നാണിക്കണ്ടടി, സ്വന്തം കെട്ടിയനല്ലേ. ഞാനൊന്നും വിചാരിക്കില്ല. എനിക്കൊരു മണ്ണം കട തോന്നിട്ടില്ല. ഒന്നും മിണ്ടായിരിക്കും. ഒരു ചെറിയ സ്പാർക്ക് പോലും ഒരിക്കൽ പോലും അടിച്ചില്ല എന്നുള്ളത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ബട്ട് ഇപ്പോൾ തൽക്കാലത്തിന് ഞാൻ വിട്ടിരിക്കുന്നു. പക്ഷേ നീ ഒന്ന് സൂക്ഷിച്ചോ. ചെക്കനെ ആട് ഭയങ്കര ചുള്ളനാ. ഇന്ന് ഓഫീസിൽ ഫസ്റ്റ് ഡേ ആണെങ്കിലും കുറേ പരന്തും കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടു. ഈ കോഴിക്കുഞ്ഞിനെ വാങ്ങിച്ചാൽ വട്ടമിട്ട് വറക്കുന്ന കുറച്ച് ഐറ്റംസിന് ഇടയ്ക്ക് കിട്ടിയവന് കുറച്ച് ശ്രദ്ധയൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ കയ്യിൽ നിന്ന് പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ആൾക്കേ കുറച്ചധികം ഫാൻ ബേസ് കൂടുതലാണ്.
എക്സ്ക്യൂസ് മീ സർ. യെസ്. സർ, ഇതാ മാമിൻ്റെ കാറിൻ്റെ കീയാണ്. അവർ ഉച്ചയ്ക്ക് തന്നെ വണ്ടി കൊണ്ടുവന്നു. കീറിൻ്റെ മരിയ ഏൽപ്പിക്കാൻ ഞാൻ. അപ്പോൾ മരിയ എങ്ങനെ പോയെ? മാമിൻ്റെ ഫ്രണ്ട് വൺ മിസ്റ്റർ ആൽവിൻ അദ്ദേഹത്തിൻ്റെ പുറത്ത് ലഞ്ചിന് പോകണമെന്ന് പറഞ്ഞത്. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഫോൺ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇവരിത് കൊണ്ട് തന്നപ്പോൾ ഞാൻ മാമിനെ വിളിച്ചതാണ്, പക്ഷേ കിട്ടിയില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ മെസ്സേജ് ചെയ്തത്. പിന്നെ മാം ഓഫീസിലേക്ക് വന്നിട്ടില്ല. വാട്ട്? പിന്നെ വന്നില്ലെന്നോ? നമുക്കൊപ്പം അല്ലേ അവർ ഇറങ്ങിയത്? ആൽവിൻ തിരിച്ചെത്തിയോ? മരിയുടെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ ആള്? നോ സർ, അദ്ദേഹം തിരിച്ചെത്തിയിട്ടില്ല. അല്ലെങ്കിൽ അവരുടെ എൻട്രി ഇവിടെ രജിസ്റ്റർ ആയിരുന്നല്ലോ. ഇതെന്താ ഇത്? ഇവനെന്താ എടുക്കാത്ത? മരിയുടെ ഫോൺ ഔട്ട് ഓഫ് കവറേജ് ഏരിയയാണ്. ആൽവിനാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല, റിങ് ചെയ്യുന്നുണ്ട്. ഹലോ അങ്കിൾ. യെസ്, അതൊക്കെ ഞാൻ സെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ അങ്കിൾ, മരിയ അങ്കിളിനൊപ്പം ഉണ്ടോ? ഇല്ല ആക്ച്വലി. കർത്താവേ, ഞരമാത ദേശം കാണുന്നതിന് എന്നാ മുടിഞ്ഞ ക്ലാമറാ. ഓക്കെ അങ്ക, എന്നാൽ വീട്ടിലെത്തി കാണും. ശരി അങ്കിൾ, ടേക്ക് കെയർ. ഡെവി അതേടെ എങ്ങോട്ടോ ചോര പറ്റി കുടിച്ചത്. അങ്ങേര് പോയില്ലേ? അതോ ഈ നോട്ടം കൊണ്ട് അങ്ങ് വീട് വരെ കൊണ്ടാക്കുവാ നീ? നമുക്കൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാനല്ലേ പറ്റൂ. അങ്ങനെയെങ്കിലും എൻ്റെ കുറച്ച് ആഗ്രഹം അങ്ങ് സഹായിച്ചോട്ടെ. ആർക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. അതില്ല, പക്ഷെ ആളെ ഒരു വട്ടം കിട്ടിയതാ, അത് മറന്നു പോരുത്. കിട്ടിയതാണെങ്കിലും നോക്കാതിരിക്കാൻ കാരണമൊന്നുമില്ലല്ലോ. വേണ്ട മോളെ, ഇത് തീക്കളിയാ, അറിയാലോ. മരിയമ്മയുടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഇവിടുത്തെ ജോലി പിന്നെ കാണില്ല. മാം തിരികെ വരാത്തിൻ്റെ ആ മുഖത്തെ ദേഷ്യമൊക്കെ. ശരിക്കും ആ ഫ്രണ്ടിനോട് അങ്ങ് പോയിരുന്നെങ്കിൽ യു റിയലി തിങ്ക് ദാറ്റ് യു ഹാവ് എ ചാൻസ് വിത്ത് ഹിം? വെറുതെ ആഗ്രഹിക്കാമല്ലോ. നോക്കി എഴുതാൻ മതി, വെറുതെ തലമറന്ന് എന്നെ തേക്കല്ലേ മോളെ. എടാ, അവള് വീട്ടിൽ കാണും. നമ്മളങ്ങോട്ടല്ലേ പോകുന്നത്, നമുക്ക് നോക്കാം. അവൾ വീട്ടിലല്ല, ഏത് പാതാളത്തിൽ വേണമെങ്കിലും പോയാലും അവൾക്കൊന്ന് വിളിച്ചു പറഞ്ഞൂടെ? ഉച്ചയ്ക്ക് പോയതത്ര, ഇതുവരെ അവൾ തിരിച്ചെത്തിയിട്ടില്ല. ഇതെന്താ സത്രോ അതോ സ്വന്തം കമ്പനിയാണെന്നുള്ള എൻ്റെ അഹങ്കാരോ? ഒന്ന് നമുക്ക് വിളിച്ച് റിപ്പോർട്ട് ചെയ്തൂടെ അവൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ? ഉച്ചയ്ക്ക് നമുക്കൊപ്പം ഇറങ്ങിയിട്ട് ഇതുവരെ എത്തിയില്ല എന്ന് പറഞ്ഞാൽ ഇത്ര ഇറസ്പോൺസിബിളായിട്ടും. ഡെവി, കാം ഡൗൺ. അവർക്ക് എന്താ പറ്റിയെന്നറിയാതെ നീ വെറുതെ അവരത്. അലക്സി, ഷട്ട് അപ്പ്. എവിടെയെങ്കിലും വഴി ബ്ലോക്ക് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും സിഗ്നലിൽ കുടുങ്ങി കിടപ്പുണ്ടാവും. അതും അല്ലെങ്കിൽ പ്രാണിയുടെ വില ഷോപ്പിങ്ങിന് പോയി കാണും. അല്ലാതെ എന്ത് വെറുതെ ആവശ്യമില്ലാത്തൊന്നും നീ ചെന്നിക്കാൻ നിൽക്കണ്ട. ഞാൻ തന്നെ ടെൻഷനാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഒരാളെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, മറ്റൊരാളെ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. എല്ലാം കൂടെ ആയപ്പോൾ ഞാൻ എന്തൊക്കെയോ. ജസ്റ്റ് ലീവ് ഇറ്റ്. നമുക്കെന്തായാലും വീട്ടിലേക്ക് പോകാം. ആൻറ്റി വിളിച്ച് ചോദിക്കാമെന്ന് വെച്ചാൽ ചിലപ്പോൾ അവരോട് എത്തിയിട്ടില്ലെങ്കിൽ ആൻറ്റി പേടിക്കും. എന്തായാലും അവരോട് ഉണ്ടയില്ലെന്ന് അറിഞ്ഞിട്ട് ബാക്കി നോക്കാം. മക്കളെ, നിങ്ങൾ വന്നോ? ബാബാ, നിങ്ങളെന്താ വെച്ചാൽ ഇങ്ങനെ നോക്കുന്നേ? എന്തുപറ്റി? കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഗൈസ്, വാട്ട്സ് റോങ് വിത്ത് യുവർ ബ്ലഡി ഫോൺ? രണ്ടുപേരെ എത്ര വട്ടം മാറി വിളിച്ചു. അല്ല, നിങ്ങളെന്താ കമ്പനിയിലേക്ക് തിരികെ വരാതിരുന്നത്? ഒന്നിച്ചിറങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് ഡിവൈറ്റ് ചെയ്തത്? അതെനിക്ക് പെട്ടെന്ന് വയ്യാതെ വന്നു. അപ്പോൾ ആൽവിനെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി. അതെന്ത് പറ്റി? വാപ്പൻ മറിയ വയ്യ പോലെ. ഇവിടെ വയ്യാതായതല്ല, ഇവിടെ സ്വയം വയ്യാതാക്കിയതാ. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഭക്ഷണം കഴിച്ചിട്ടല്ലേ ഇവിടെ റെസ്റ്റോറൻറ്റിൽ ഇറങ്ങിയത്. എന്നിട്ട് ബീച്ചിൽ പോയി അവിടെ നിന്ന് കണ്ണി കണ്ടതെല്ലാം വാരി വരച്ച് തന്നു. എൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? കോട്ടൺ ക്യാൻഡിയും ഐസ്ക്രീമും ഉപ്പിലിട്ടതും അതും ഇതെല്ലാം വാരി വലിച്ച് നിന്നിട്ട് വയറ് വേദനിക്കുന്നത് പറഞ്ഞ് പിന്നെ കിടന്ന് മുങ്ങായിരുന്നു. പിന്നെ ആൽവിനോട് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടാ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നെ പിന്നെ ആൽവിൻ നിനക്കൊന്ന് ഇൻഫോം ചെയ്തോടായിരുന്നു ഞങ്ങളോട്. ഞാൻ എത്ര വട്ടം നിൻ്റെ ഫോണിൽ ട്രൈ ചെയ്തു. റിങ് ചെയ്തിട്ട് എടുക്കാറായപ്പോൾ ഞങ്ങളെന്ത് ടെൻഷൻ അടിച്ചു നിനക്കറിയോ? അലക്സി, ഫോൺ ഞാൻ റെസ്റ്റോറൻറ്റ് വെച്ച് മറന്നു. ഇപ്പം മറിയ ഒരാളെ വിട്ടിരിക്കുക അതെടുക്കാൻ. ആൽവിൻ എന്ത് ഇൻഫോം ചെയ്യണമെന്ന്? എനിക്ക് വയറുവേദന വന്നു. അതാ അത്ര വല്ല അന്താരാഷ്ട്ര കാര്യമാണ്? നിനക്ക് വയറുവേദന വരുന്ന അന്താരാഷ്ട്ര കാര്യമായിരിക്കും. പക്ഷേ ഓഫീസിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തിരികെ എത്തിയില്ലെങ്കിൽ അതൊന്ന് വിളിച്ചറിയിക്കാനുള്ള മര്യാദയെങ്കിലും വേണം. അതിന് തിരിച്ചു വരില്ലെങ്കിൽ ഇത്ര ഇതാവാൻ വേണ്ടി ആൽവിനോട് ജോയിൻ ചെയ്തിട്ടൊന്നുമില്ലല്ലോ. ആൽവിൻ നാളെ തൊട്ട് ഇവിടുത്തെ ഒഫീഷ്യൽ എംപ്ലോയി ആവുള്ളൂ. ഇന്നിപ്പോൾ അവൻ പോയിട്ട് തിരിച്ചു വന്നില്ലെന്ന് വെച്ചാൽ എന്താ? ഞാൻ അവൻ്റെ കാര്യമല്ല നിൻ്റെ കാര്യമാണ് പറഞ്ഞത്. നിനക്കൊന്ന് വിളിച്ച് പറഞ്ഞൂടെ? മനുഷ്യനെ ടെൻഷൻ എടുപ്പിച്ച കൊല്ലാൻ.